ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് റഷ്യ. ഇറക്കുമതിയുടെ ഏകദേശം 66% റഷ്യയിൽ നിന്നാണ് വരുന്നത്. യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും മിസൈൽ സംവിധാനങ്ങളുമാണ് പ്രധാനപ്പെട്ടവ. എന്നാൽ ഈ പ്രതിരോധ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-57E സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് ഇരു രാജ്യങ്ങളും. ഇത് സംബന്ധിച്ച സാങ്കേതിക ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് റഷ്യൻ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ മേധാവി വെളിപ്പെടുത്തി. ഹൈദരാബാദിൽ നടന്ന വിങ്സ് ഇന്ത്യ എയർ ഷോയ്ക്കിടെയായിരുന്നു വെളിപ്പെടുത്തൽ. നിലവിൽ ഇന്ത്യയിൽ സുഖോയ് Su-30 AKI വിമാനങ്ങൾ നിർമ്മിക്കുന്ന അതേ പ്ലാന്റുകളിൽ തന്നെ Su-57E വിമാനങ്ങളും നിർമ്മിക്കാനാണ് ആലോചന. Su-30 വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഇന്ത്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളും ഉൾപ്പെടുത്തിയാകും Su-57Eയും നിർമ്മിക്കുക. Su-30 വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിലും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. പ്രതിരോധ വിമാനങ്ങൾക്ക് പുറമെ റീജിയണൽ ജെറ്റുകളായ Su-100ന്റെ നിർമ്മാണത്തിനായി റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും കരാറിൽ ഒപ്പിട്ടു. ഇന്ത്യയിൽ ഈ വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ, അറ്റകുറ്റപ്പണികൾ, സ്പെയർ പാർട്സ് നിർമ്മാണം എന്നിവയിൽ HAL നിർണായക പങ്കുവഹിക്കും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനഭാഗങ്ങൾ ഇന്ത്യയിലെ ആവശ്യങ്ങൾക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഈ പദ്ധതി വഴി സാധിക്കും. ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA വികസിപ്പിക്കുന്നതിന് റഷ്യയുടെ സഹായം ഈ ചർച്ചകളുടെ ഭാഗമായി നടക്കും. റഷ്യയുടെ ഈ പുതിയ നീക്കങ്ങൾ പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് മുൻഗണന നൽകി ഇന്ത്യൻ വ്യവസായ മേഖലയെയും സാങ്കേതിക വിദ്യകളെയും വിമാന നിർമ്മാണത്തിൽ പരമാവധി ഉൾപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്തായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യ സഹകരണം പുത്തൻ ഉണർവാണ് നൽകുന്നത്.